മലൈക്കോട്ടെ വാലിബനെതിരെ എന്തിനാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ? ചോദിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പെല്ലിശ്ശേരി തന്നെ. എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം നെഗറ്റീവ് റിവ്യൂസിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചത്. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ലിജോ അതിൽ നിന്നും മാറി വാലിബനെതിരെയുള്ള നെഗറ്റീവ് റിവ്യൂവിൽ ഇങ്ങനെ പ്രതികരിക്കുന്നത് അസാധാരണം തന്നെയാണ്. അതാണ് സോഷ്യൽ മീഡിയയിലെയും ഇന്നത്തെ കൗതുകമുള്ള ചർച്ച. ലിജോയുടെ ഇന്നത്തെ വാക്കുകൾക്ക് അല്പം മൂർച്ച കൂടുതലാണെന്ന് പറയാതെ വയ്യ. എന്തിനാണ് ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മലൈക്കോട്ടെ വാലിബന് ഒരു മുത്തശ്ശിക്കഥയുടെ വേഗത മാത്രമാണുള്ളത്. നമ്മുടെ കാഴ്ച മറ്റൊരാളുടെ കണ്ണിലൂടെ ആകരുത്. സിനിമ കണ്ട് അഭിപ്രായം പറയണം. സിനിമ ഇറങ്ങിയ ശേഷം അതിയായി സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നയാളല്ല താൻ. പക്ഷേ ഈ ചിത്രം ഇറങ്ങിയ ശേഷം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത്. മനസ്സ് മടുത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യമുണ്ടായത്. പടങ്ങളുടെ ബോക്സ് ഓഫീസിലെ ജയപരാജയങ്ങളൊന്നും അങ്ങനെ ബാധിക്കുന്ന ആളായിരുന്നില്ല പെല്ലിശ്ശേരി. ചരിത്രത്തിൽ ആദ്യമായാണ് അദ്ദേഹം ഇത്തരത്തിൽ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചു കാണുന്നത്. എന്താണ് വാലിബന് സംഭവിച്ചത്? പുലിമുരുകനും ലൂസിഫറും പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തിയതുകൊണ്ടാണോ ലാലേട്ടൻ ഫാൻസിന് പെല്ലിശ്ശേരിയുടെ വാലിബൻ കണക്ട് ആകാതെ പോയത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. പെല്ലിശ്ശേരി ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണോ? അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്. നമ്മുടെ രുചി മാത്രമാണോ? കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ രൂക്ഷ ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. റിവ്യൂ പറയുന്നവർ നല്ല ഒരു സിനിമയെ ഇല്ലാതാക്കിയെന്ന് പറയുകയാണ് ഷിഹാബ് ഷാ. ഇന്റർവെല്ലിന് ശേഷം 15 മിനിറ്റ് ഫൈറ്റ് മാത്രം കുറച്ച് ആവേശം കിട്ടിയെന്നാണ് സുജിത്തിന്റെ പക്ഷം. പടം എനിക്കിഷ്ടപ്പെട്ടു, വെറൈറ്റി കഥ, വെറൈറ്റി പടം എന്നാണ് ഷാജഹാൻ KM പറയുന്നത്. കണ്ണൂർ സ്കോഡ് ഇറക്കിയതുപോലെ ഹൈപ്പില്ലാതെ സിനിമ ഇറക്കുവാനും പഠിക്കണം. തള്ളിമറിക്കുന്ന സിനിമ വിമർശന ബുദ്ധിയോടെയേ മലയാളികൾ കാണുകയുള്ളൂ എന്നാണ് അസ്കർ അഹമ്മദിന്റെ അഭിപ്രായം. മേക്കിംഗ് സ്റ്റൈലിൽ ലിജോയുടെ സ്റ്റൈൽ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാലിബനും ടിക്കറ്റ് എടുക്കാമെന്നാണ് രാകേഷ് രോഹിണി പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ സമ്മിശ്രമാണ് വാലിബന്റെ റിവ്യൂ.